ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 31-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മളുടെ അനുഭവത്തെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുകയാണ്. അനുഭവം എന്നുള്ളത് ആത്മാവിനെ സംബന്ധിക്കുന്നതാണ്, മറ്റുള്ള അനുഭവങ്ങളല്ല. അപ്പോൾ ഈ അനുഭവം, ആത്മാനുഭവം എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാതെ പോകുന്നത്? അനുഭവത്തിൻ്റെ ആഴം, അതുപോലെ തന്നെ ഈ അനുഭവം വേറെ നമുക്കെന്തെങ്കിലും ഊഹം കൊണ്ടോ ഒക്കെ അറിയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അതൊക്കെ ഗുരു വളരെ വ്യക്തമായിട്ട് സംശയത്തിന് ഇടവരാത്ത രീതിയിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ഈശ്വര അനുഭവത്തെ അവരവരുടെ രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ മഹർഷിമാരുടെ അറിവിന് യാതൊരു മങ്ങലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മങ്ങൽ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ഗുരുക്കന്മാരുടെ വാക്കുകളെ, അവരുടെ അനുഭവത്തെ നമ്മൾ നമ്മുടെ അനുഭവമായിട്ട് തട്ടിച്ചു നോക്കി നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് എത്തിപ്പെടാത്തത് കൊണ്ടാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മഹർഷിമാർ ശുദ്ധമായിട്ടുള്ള ആത്മവിദ്യയെ, ബ്രഹ്മവിദ്യയെ മാലോകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചു. അതിന്നും നമുക്ക് ആ രീതിയിൽ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ഈ മഹാത്മാക്കളുടെ വാക്യങ്ങളെ, പ്രത്യേകിച്ച് മഹാവാക്യങ്ങളെ ഒക്കെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി കുറേ വിശ്വാസങ്ങളെയും അതിനോടനുബന്ധിച്ചുള്ള ചില ആചാരങ്ങളെയും ഒക്കെ നമ്മൾ കൂട്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ നമ്മുടെ മഹർഷിമാർ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഈ അനുഭവത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഉദ്വാലക മഹർഷി തൻ്റെ മകനായ ശ്വേതകേതുവിന് തത്വമസിയെക്കുറിച്ചുള്ള ഉപദേശം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തത്വമസി എന്നുള്ളത് ഒരു മഹാവാക്യമാണ്. വേദങ്ങളിലെ 4 മഹാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മഹാവാക്യമാണ്. ആ മഹാവാക്യത്തെ മഹർഷി തൻ്റെ മകനായ ശ്വേതകേതുവിനോട് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അത് നീ ആകുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു പ്രപഞ്ചത്തെയാണോ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ഒരു ശക്തി, കാരണം ആ ശക്തിയുടെ ബലത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അത് നിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, നീ എപ്പോഴും ഞാൻ എന്ന് പറയുന്ന ആ ഒന്നിനെയാണ് എന്ന് പറയാണ്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, ആ വ്യക്തിയുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് പറയുന്നത്. അല്ലാതെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒന്നിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല, ഒരു വ്യക്തിയുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുരു അത് പറയുകയാണ്. ഉദ്വാലക മഹർഷി അത് സൂചിപ്പിക്കുകയാണ്.
അതേപോലെ തന്നെയാണ് ഇവിടെയും ഗുരു നമ്മുടെ ഒരു അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടി തെളിയിച്ച് നമുക്ക് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മവിദ്യ, ആത്മവിദ്യ എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അനുഭവത്തെ, അത് വെളിയിലുള്ള ഒരാളുടെ അനുഭവമല്ല, അവനവൻ്റെ അനുഭവത്തെ നോക്കിക്കൊണ്ട് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെയാണ്, എന്താണ് പഠിക്കുവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ നോക്കുന്നത് എന്നൊക്കെ ആ ഒരു അവബോധത്തോടു കൂടി നമ്മളിതിനെ കാണുമ്പോഴാണ് ഈ ശ്ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുവിൻ്റെ അപാരമായിട്ടുള്ളൊരു കാരുണ്യം. കാരണം ഇത്രമാത്രം ലളിതമായിട്ടുള്ള ഒരു സത്യത്തെ ഗുരു നമ്മുടെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മളിൽ കുടികൊണ്ടിരിക്കുന്ന, നമ്മളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനകളുടെ ബലം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയാണ്. അപ്പോൾ എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഈ അവിദ്യ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും ഗാഢമായിട്ട് ആഴത്തിൽ വേരൂന്നിക്കിടക്കുന്ന ഒരു അവിദ്യയെ മാറ്റണമെങ്കിൽ ഈ അനുഭവത്തെ, ഓരോരുത്തരുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുരു നമ്മെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ അസുലഭമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.